സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 അടുത്ത പ്രഭാഷണത്തോടുകൂടി ഇന്നത്തെ സെഷൻ അവസാനിക്കുകയാണ്. മലയാളത്തിൽ അറിയപ്പെടാത്ത നളകഥകൾ ബിജു CP ആണ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം എത്തിയിട്ടുണ്ട്. മാതൃഭൂമി ദിനപത്രത്തിൻ്റെ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹം ഈ നളകഥകളുടെ ഒരു ഡാറ്റ കളക്ഷൻ തന്നെ അദ്ദേഹത്തിന് ഇതിനകം തന്നെ സമാഹരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇരിങ്ങാലക്കുട കഥകളി ക്ലബിലെ കുഴപ്പമില്ലല്ലോ നളചരിതം ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്, പ്രത്യേകിച്ച് രമേശൻ നമ്പീശൻ സാർ ഉൾപ്പെടെയുള്ളവരെ. വലിയ ആശാന്മാരൊക്കെ സംസാരിക്കുന്നത് പോലെ എനിക്കങ്ങനെ കഥകളിയെക്കുറിച്ച്, കഥകളി സംഗീതത്തെക്കുറിച്ചോ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊന്നും അഗാധം എന്നല്ല, വളരെ പ്രാഥമികമായ അറിവുകൾ മാത്രമുള്ള ഒരാളാണ് ഞാൻ. ഈ പറഞ്ഞ കലാരംഗത്തോ അക്കാദമിക് രംഗത്തോ ഒന്നും പ്രവർത്തിക്കുന്ന ഒരാളല്ല. എൻ്റെ തൊഴിൽ നിത്യനിദാന പത്ര പ്രവർത്തനമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ചില താല്പര്യങ്ങൾ കൊണ്ട്, ചില ഭ്രാന്തികൾ കൊണ്ട് മാത്രം ഇങ്ങനെ ഈ നളചരിതത്തിനൊപ്പം കുറച്ചു കാലമായി സഞ്ചരിക്കാൻ സാധിച്ചിട്ടുള്ളത് കൊണ്ട് അവിടെ നിന്ന് കിട്ടിയ ചില വിവരങ്ങൾ അവതരിപ്പിക്കുക എന്നതിനപ്പുറം ഈ മേഖലയിൽ, ഈ ജ്ഞാന രംഗത്ത് ഒരു പ്രാഗൽഭ്യവും ഉള്ള ആളല്ല ഞാൻ. അപ്പോൾ ആ ഒരു പ്രാഗൽഭ്യ കുറവ് നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഞാൻ ആദ്യം അപേക്ഷിക്കുകയാണ്. എന്നോട് പറഞ്ഞ വിഷയം, അല്ലെങ്കിൽ ഇവിടെ രമേശൻ സാർ സംസാരിച്ചപ്പോൾ നമ്മൾ തയ്യാറാക്കിയ വിഷയം എന്ന് പറയുന്നത് മലയാളത്തിലെ അറിയപ്പെടാത്ത നളചരിതങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ചില അന്വേഷണങ്ങൾക്കിടയിൽ നമ്മൾ ഇതിനു മുമ്പ് ഈ നളചരിത ഗവേഷകരാരും കണ്ടെത്താതിരുന്ന ചെറിയ ചില കണ്ടെത്തലുകൾ നടത്താൻ ഒരു അവസരം കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനൊരു വിഷയമായാൽ കൊള്ളാം എന്ന് അദ്ദേഹത്തോട് സംസാരിച്ചത്. ഞാനിങ്ങോട്ട് പോരാൻ നേരത്തെ എൻ്റെ മോള് പറഞ്ഞു, അച്ഛൻ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളെ പോലെ ഇങ്ങനെ ടെൻഷൻ പിടിച്ച് പഠിച്ചിട്ടാണല്ലോ പോകുന്നത്, എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു മേഖലയിൽ, അല്ലെങ്കിൽ നമ്മൾ ഇടപെടാറുള്ള മേഖലയിലൊന്നുമല്ല സംസാരിക്കാൻ പോകുന്നതെന്നുള്ളതുകൊണ്ടുള്ള ഒരു ടെൻഷൻ ആയിരുന്നു. ഞാൻ 2 ഭാഗങ്ങളായിട്ട് ഈ സംസാരത്തെ ചിട്ടപ്പെടുത്താം എന്നാണ് ഞാൻ വിചാരിച്ചത്. അതിൽ രണ്ടാമത്തെ ഭാഗമാണ് ഈ അറിയപ്പെടാത്ത നളചരിതങ്ങൾ അതിനു മുമ്പ് ഒരു ഭാഗം ഞാൻ പറയാൻ വിചാരിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് നളചരിതം. നമുക്ക് അറിയാം, ഇപ്പോൾ ഇവിടെ നമ്മുടെ ആശാന്മാരൊക്കെ സംസാരിച്ചപ്പോഴാണെങ്കിലും അല്ലെങ്കിലും നമുക്കറിയാം, മലയാളത്തിലെ ഒരേ ഒരു സംഗീത കാവ്യമാണ് നളചരിതം. അത് മാത്രമല്ല, നളചരിതം ഇങ്ങനെ ഒരു ലോൺലി ടവറായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ സാഹിത്യ രംഗത്താകട്ടെ, നമ്മുടെ മേളത്തിൻ്റെ രംഗത്താവട്ടെ, കഥകളിയുടെ ആട്ടക്കഥ എന്നുള്ള രംഗത്താവട്ടെ, ഏത് രംഗത്ത് നോക്കിയാലും ഭാഷ, ഈ മലയാള സാഹിത്യ ഭാഷയുടെ മേഖലയിലാവട്ടെ, എവിടെ നോക്കിയാലും നളചരിതം ഇങ്ങനെ ഒരു ലോൺലി ടവറായിട്ട് നിൽക്കണം. ഒട്ടേറെ
സാഹിത്യവും സംഗീതവും മേളവും കഥകളിയും കലയും ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരു വലിയ സംഗമ പർവ്വതമാണ് ഈ നളചരിതം എന്ന് പറയുന്നത്. ആ ഒരു നില നളചരിതത്തിനുണ്ട്. അപ്പോൾ ഈ മഹാഭാരതത്തിൽ നമുക്കറിയാം നൂറുകണക്കിന് ഉപാഖ്യാനങ്ങൾ മഹാഭാരതത്തിനുണ്ട്. ഈ ഉപാഖ്യാനങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഉപാഖ്യാനം എന്ന് പറയുന്നത് ശാകുന്തള കഥയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, നമ്മുടെ ഏഷ്യ പസഫിക് റീജിയനിൽ എല്ലായിടത്തും, ഏഷ്യ പസഫിക് രാജ്യങ്ങളിലെല്ലായിടത്തും പല മട്ടിൽ ശാകുന്തള കഥകൾ പ്രചാരത്തിലുണ്ട്. മഹാഭാരതത്തിലെ എല്ലാ കഥകളും, പക്ഷേ അവയിൽ ഏറ്റവും കൂടുതൽ പ്രചാരം ലഭിച്ചിട്ടുള്ളത് ഈ ശാകുന്തള കഥയ്ക്കാണ്. ശാകുന്തള കഥയ്ക്കുണ്ടായ ആ വലിയ പ്രചാരത്തെക്കുറിച്ച് റോമില താപ്പർ വളരെ വിശദമായ ഗവേഷണ സ്വഭാവമുള്ള വലിയ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഈ ശാകുന്തള കഥയെക്കുറിച്ച്, പിന്നെ അതുപോലെ പൂരുരുവസും ഋഷിയും എന്നുള്ള പുസ്തകത്തെക്കുറിച്ച്, അതിൻ്റെ ആ ഉപാഖ്യാനത്തിൻ്റെ പല മാതിരിഭേദങ്ങളെക്കുറിച്ച് ഡി കൊസാംബി വലിയ ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ നളചരിതത്തെക്കുറിച്ച് അത്തരത്തിലുള്ള പഠനങ്ങൾ, നളകഥ നളോപാഖ്യാനത്തെക്കുറിച്ച് അത്തരത്തിലുള്ള പഠനങ്ങൾ റോമില താപ്പറയോ കൊസാംബിയോ ഒക്കെ പോലെ ടവറിങ് ആയ ഒരാൾ പുറത്തെവിടെയെങ്കിലും നടത്തിയിട്ടുള്ളതായിട്ട് അറിവില്ല. എൻ്റെ അറിവില്ലായ്മയാണോ എന്നറിയില്ല, പക്ഷേ എങ്കിലും നമ്മളത് കേട്ടിട്ടില്ല. അതേസമയത്ത് കേരളത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ശാകുന്തളമോ അതല്ലെങ്കിൽ പൂരുരുവസും ഋഷിയോ കചദേവയാനിയോ സാവിത്രിയോ ഇതിനൊക്കെ അപ്പുറത്ത് ഏത് സാഹിത്യ മേഖല എടുത്താലും കലാമേഖല എടുത്താലും സംഗീത മേഖല എവിടെയും നളചരിതത്തിന് വലിയ ഒരു പ്രാധാന്യം മറ്റ് ഏത് മഹാഭാരത ഉപാഖ്യാനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതിനേക്കാൾ വലിയ ഒരു പ്രാധാന്യവും താല്പര്യവും മലയാളികൾക്ക് നളചരിതത്തോടുണ്ട്. ഈ സാഹിത്യ വിദ്യാർത്ഥി അല്ലെങ്കിൽ പഠിക്കാൻ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നമ്മൾ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് മലയാളികൾക്ക്, കേരളീയർക്ക് നളചരിതത്തോട് ഇങ്ങനെ, നളകഥയോട് ഇങ്ങനെ വലിയ ഒരു പ്രതിപത്തി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ് ഞാൻ നടത്താൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്ത് വന്നിട്ടുള്ളത് 34-35 വിവർത്തനങ്ങൾ ഈ ശാകുന്തളം നാടകത്തിനുണ്ടായിട്ടുണ്ട്. അഭിജ്ഞാന ശാകുന്തളത്തിൽ 30-ലധികം വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറ്റ് സാഹിത്യ രൂപങ്ങൾ പല രൂപങ്ങളിലേക്ക് മാറി മാറി പലതരത്തിലുള്ള ആവിഷ്കാരങ്ങൾ വന്നിട്ടുള്ളത് നോക്കിയാൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചിട്ടുള്ള ഒരു ഉപാഖ്യാനം എന്നുള്ളത് നോക്കിയാൽ അത് നളചരിതമാണ്. നളചരിതത്തിന് അടുത്തെത്തുന്നില്ല മറ്റൊന്നും. എന്തുകൊണ്ട് നളചരിതം മലയാളികൾ ഇങ്ങനെ ഇത്രയധികം ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിനുള്ള ഒരു കാരണമെന്ത് എന്നുള്ള ഒരു അന്വേഷണമാണ് ഞാൻ ആദ്യം നടത്താൻ ഉദ്ദേശിച്ചത്. അങ്ങനെ എന്തുകൊണ്ട് നളചരിതം എന്ന് നമ്മൾ കണ്ടെത്തിയാലാണല്ലോ പിന്നെ അത് ഏതൊക്കെ തരത്തിലാണ് എന്നതിനെക്കുറിച്ച് എന്ന അന്വേഷണത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതിലെനിക്ക് പ്രധാനമായിട്ട് തോന്നിയ ഒന്ന്, ഈ സാഹിത്യ പഠന മേഖലകളിൽ കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി വളരെ പ്രാധാന്യം നൽകി വരുന്ന ഒന്നാണ് സാംസ്കാരിക ഭൂമിശാസ്ത്രം, കൾച്ചറൽ ജിയോഗ്രഫി എന്ന് പറയുന്ന ഒന്ന്. നളചരിതം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കൾച്ചറൽ ജിയോഗ്രഫി, നളചരിതത്തിൻ്റെ ഒരു സാംസ്കാരിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം മലയാളിക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. നമുക്ക് വളരെയധികം താതാത്മ്യപ്പെടാൻ കഴിയുന്ന ഒന്നാണ് നളചരിതത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം, അതിൻ്റെ കഥ നടക്കുന്ന ഇടം എന്ന് പറയുന്നത്. നളചരിതം കഥ നടക്കുന്ന ഇടം നമുക്ക് സുപരിചിതമായ ഇടമാണ്. പല ആളുകളും പറഞ്ഞിട്ടുണ്ട് നളചരിതം എപ്പോഴും ഒരു ചരരാശിയിലാണ് നളചരിതം, അതൊരു സ്ഥിര രാശിയിലല്ല. നളചരിതത്തിൻ്റെ കഥ നടക്കുന്നത് കൊട്ടാരത്തിലാണ്, ഉദ്യാനത്തിലാണ്, വഴിയിലാണ്, പുഴയിലാണ്, കടവിലാണ്, കാട്ടിലാണ്, ഭോജനശാലയിലാണ്. ഇങ്ങനെ ഇന്നും നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇടങ്ങളിലാണ് ഈ നളചരിതത്തിൻ്റെ കഥ നടക്കുന്നത്. അത് ഈ സാഹിത്യ പഠനങ്ങളിൽ ഇത് അടുത്ത കാലത്ത് വളരെ വലിയ പ്രാധാന്യത്തിലുണ്ട്. പുതിയ ഒരു പഠന മേഖലയല്ല ഈ സാംസ്കാരിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. 1960-കളിലൊക്കെ വളരെ 1960-കളുടെ അവസാനം 1970-കളുടെ തുടക്കം മുതൽ സാഹിത്യ പഠന മേഖലയിൽ വലിയ ഒരു മാറ്റമുണ്ടാക്കിയ ഒന്നാണ് ഈ സാംസ്കാരിക ഭൂമിശാസ്ത്രം. ഒരു കൃതി, ഒരു സാഹിത്യ രചന അല്ലെങ്കിൽ ഒരു കലാ ആവിഷ്കാരം അത് സൃഷ്ടിക്കുന്ന ഒരു ഭൂമിശാസ്ത്രം.
ഈ സാഹിത്യകൃതിയെ അല്ലെങ്കിൽ ഈ കലാ ആവിഷ്കാരത്തെ നമ്മളിലേക്ക് റിലേറ്റ് ചെയ്യുന്നതിന്, നമ്മളോട് താതാത്മ്യപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുകയും അതിൻ്റെ ആത്മാവായി നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ഈ ഗസ്റ്റിൻ ബാഷ്ലാഡ് എന്ന് പറയുന്ന ഒരു സംസ്കാര ചിന്തകൻ 1969 പോയറ്റിക്സ് ഓഫ് സ്പേസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ് ഈ ഒരു ചിന്ത ആദ്യമായിട്ട് ആവിഷ്കരിച്ചത്. പോയറ്റിക്സ് ഓഫ് സ്പേസ്. അപ്പോൾ ഈ നളചരിതം കഥ നടക്കുന്ന ഇടം, നമുക്കറിയാം ഈ സ്പേസിനെ കുറിച്ചിട്ടുള്ള ഒരു ഇടത്തെക്കുറിച്ച് ഒരു സാഹിത്യ പ്രവർത്തനമാകട്ടെ, ഒരു സാംസ്കാരിക പ്രവർത്തനമാകട്ടെ, ഒരു സാമൂഹിക സംഗതിയാവട്ടെ, അത് നടക്കുന്ന ഇടം. ഇപ്പം നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നൊരു 2 വരി 1950കളിൽ കുറ്റപ്പുറത്ത് കേശവൻ നായർ എഴുതിയതാണ്. അത് നമ്മളതിനെ ഒരു വലിയ ശാസ്ത്രീയ സത്യം പോലെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് 1950കളിൽ എഴുതിയതാണ്. അന്ന് ഈ പറയുന്ന കേരളത്തിൽ നഗരം എന്നോ ഒരു വലിയ പട്ടണമെന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലം തിരുവനന്തപുരം പോലുമില്ല. തിരുവനന്തപുരം ഒരു ചെറിയ ഗ്രാമനഗരം മാത്രമായിരുന്നു. എന്നിട്ടും എല്ലാ ഗ്രാമ സ്വഭാവങ്ങളുമുള്ള ഒരു സ്ഥലങ്ങൾ മാത്രമേ കേരളത്തിൽ അന്നുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന ആ കാഴ്ചപ്പാട് ഇന്നും മലയാളിയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സ്വാധീനിക്കുന്നു? അത് ഈ സ്ഥലഭാവനയെക്കുറിച്ച് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അറിവുകൾ, വിചാരങ്ങൾ, ആ വിചാരങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരത്തിലുള്ള സാഹിത്യ സാംസ്കാരിക ചിന്തകളാണ്. സ്ഥലഭാവനയെക്കുറിച്ചുള്ള ഈ സാഹിത്യ സാംസ്കാരിക ചിന്തകൾ പലതരത്തിൽ പിന്നീട് വികസിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോയറ്റിക്സ് ഓഫ് സ്പേസിലാണ് അത് തുടങ്ങുന്നതെങ്കിലും പിന്നീട് ഒട്ടേറെ ഈ പുതിയ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ ദാർശനിക ചിന്തകന്മാർ സ്ഥലത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും സാംസ്കാരിക ഇടപെടലുകളെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ പലതരത്തിൽ വികസിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ മിഷൽ ഫൂക്കോ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരാശയം ഹെറ്ററോട്ടോപ്പിയ എന്ന് പറയുന്ന ഒരാശയമുണ്ട്. ഹെറ്ററോട്ടോപ്പിയ എന്ന് പറയുന്ന ഒരാശയം, അതിൽ അദ്ദേഹം പറയുന്നത് പലതരം ഈ സ്ഥലഭാവനകളുണ്ട്. ഒന്ന് ഉട്ടോപ്പിയ എന്ന് പറയുന്ന ഒരു സ്ഥലഭാവനയാണ്, മറ്റൊന്ന് ഡിസ്റ്റോപ്പിയ എന്ന് പറയുന്ന ഒരു സ്ഥലഭാവനയാണ്. ഈ ഉട്ടോപ്പിയ എന്ന് പറയുന്ന സ്ഥലഭാവനയുടെയും ഡിസ്റ്റോപ്പിയ എന്ന് പറയുന്ന സ്ഥലഭാവനയുടെയും ഇടയിലുള്ള ഒരു മേഖലയാണ് ഈ ഫൂക്കോ പറയുന്ന ഹെറ്ററോട്ടോപ്പിയ എന്ന് പറയുന്ന സ്ഥലഭാവന. ഉട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഉട്ടോപ്പിയ എന്ന് പറയുന്നത് വളരെ കാൽപ്പനികമായ ഭാവനയിൽ മാത്രം നിൽക്കുന്ന ഒരു സ്ഥലഭാവനയാണ് ഉട്ടോപ്പിയയുടേത്. ഡിസ്റ്റോപ്പിയയുടെ ഒരു സ്ഥലഭാവന എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ നാശത്തിൻ്റെ ഒരു സ്ഥലഭാവനയുമാണ്. ഈ സമ്പൂർണ്ണ നാശത്തിൻ്റെ ഒരു സ്ഥലഭാവനയെയോ ഈ ഉട്ടോപ്പിയയെയോ നമുക്ക് അതിനോട് റിലേറ്റ് ചെയ്യുക എളുപ്പമല്ല. ഇപ്പോൾ ഈ ഇത്തരം ആശയങ്ങളൊക്കെ ഈ സാമ്പത്തിക ശാസ്ത്രവുമായിട്ടും ഓരോ രാജ്യത്തിൻ്റെ അവസ്ഥകൾ രൂപപ്പെടുന്നതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ചിന്തകൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ കൊണ്ടുവരുന്നത്. പക്ഷേ എനിക്കത് രസകരമായി തോന്നിയത്, നമ്മൾ ശാകുന്തളത്തെയും നളചരിതത്തെയും നമ്മൾ ഒന്ന് തുലനം ചെയ്ത് എന്തുകൊണ്ട് ഈ ശാകുന്തളത്തിന് മേൽ നളചരിതം നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു. ഞാൻ എൻ്റെ ഈ ഒരു നളചരിത പക്ഷപാതവാദം സ്ഥാപിക്കാൻ വേണ്ടി കൂടിയാണ് ഞാനതങ്ങനെ ശ്രമിച്ചത്. എന്തുകൊണ്ട് നളചരിതം ശാകുന്തളത്തേക്കാൾ നമ്മുടെ അടുത്ത് നിൽക്കുന്നു, നമ്മുടെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, ശാകുന്തളത്തിലെ ഒരു സ്ഥലരാശി എന്ന് പറയുന്ന ഒരു ഉട്ടോപ്പിയയാണ്. അത് പൂർണ്ണമായിട്ടും കാൽപ്പനികവും ഭാവനാത്മകവും മാത്രമായ ഒരു സ്ഥലരാശിയിലാണ് ശാകുന്തളം പ്രവർത്തിക്കുന്നത്. ശാകുന്തളത്തിലെ മാനായാലും മാവായാലും മുല്ലവള്ളി ആയാലും എന്തായാലും അത് മനുഷ്യരുടെ ആത്മാവുള്ള, മനുഷ്യരെ പോലെ ചിന്തിക്കുന്ന, മനുഷ്യരെ പോലെ പെരുമാറുന്ന, അല്ലെങ്കിൽ ദേവന്മാരെ പോലെ ചിന്തിക്കുകയും ദേവന്മാരെ പോലെ പെരുമാറുകയും ഒക്കെ ചെയ്യുന്നതാണ് അവിടുത്തെ സ്ഥലരാശി. അവിടെ ഒരു പാമ്പുണ്ടായിരുന്നെങ്കിൽ ആ പാമ്പ് അതിൻ്റെ ചൂടാമണി ഇവർക്ക് കൊടുത്തിട്ട് പോവുകയേ ചെയ്യുള്ളൂ. അത്രയധികം ഭാവനാത്മകമായ കാൽപ്പനികമായ ഒരു സ്ഥലരാശിയാണ് ഈ പറഞ്ഞ ശാകുന്തളം അവതരിപ്പിക്കുന്നത്. അതിലെ ഭാഷയാവട്ടെ, അതിലെ പദങ്ങളാവട്ടെ, അതെല്ലാം ഇത്തരത്തിലുള്ള പൂർണ്ണമായ അതിസൗന്ദര്യവൽക്കരിക്കപ്പെട്ട, അതികാൽപ്പനികീകരിക്കപ്പെട്ട, അതിഭാവനാത്മകമായ, അതിഭാവുകത്വം നിറഞ്ഞ ഒരു സ്ഥലരാശിയാണ്.
മറിച്ച് നമ്മൾ നളചരിതത്തിലേക്ക് വരുമ്പോൾ നളചരിതം നടക്കുന്നത് വഴിയിലാണ്, പുഴയിലാണ്. ഇവിടെ ഈ കാട്ടിലുള്ള പാമ്പ് കടിക്കുന്ന പാമ്പാണ്. ഈ കാട്ടിലുള്ള പാമ്പ് വിഷപ്പാമ്പാണ്. ആ വിഷമേറ്റാൽ മരണമോ അത്ര വലിയ ആപത്തോ സംഭവിക്കുന്നതാണ്. കൊടുങ്കാടും ഇരുട്ടും ചന്ദ്രനിലാവും വലിയ പക്ഷികളും മൃഗങ്ങളും നിറഞ്ഞ നമുക്ക് അങ്ങേയറ്റം സുപരിചിതമായ, ഇന്നും നമുക്ക് സുപരിചിതമായ ഒരു സ്ഥലരാശിയാണ് ഈ പറഞ്ഞ നളചരിതത്തിലുള്ളത്. ഇനി നമ്മൾ കുറച്ചുകൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒന്ന് ആണ്ട് ഇറങ്ങി നോക്കുമ്പോൾ നളചരിതത്തിൽ കഥ നടക്കുന്ന ഓരോ സന്ദർഭങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ചാൽ, ഏത് സന്ദർഭം എടുത്താലും, ഏത് പദമെടുത്താലും, ശ്ലോകമെടുത്താലും, എവിടെയും ഈ കഥ നടക്കുന്നത് ഏത് സന്ദർഭത്തിലാണോ, കഥ നടക്കുന്ന സന്ദർഭത്തിലെ അതിൻ്റെ ഭാവം എന്താണോ, ആ ഭാവം അനുസരിച്ചിട്ടുള്ള ഒരു സ്ഥലരാശിയാണ് അതിനുണ്ടാവുക. അതായത് ഇതിൻ്റെ ഈ കഥ നടക്കുന്ന അതിലെ സാംസ്കാരിക ഇടപെടലുകൾ നടക്കുന്ന സ്ഥലരാശി എന്ന് പറയുന്നത്, അതിൻ്റെ ഭാവം എന്ന് പറയുന്നത് ആ സംഭവങ്ങളുടെ ഈ കഥയുടെ ഭാവവുമായി അത്രയധികം ഇടപഴകുന്ന അത്രയധികം താദാത്മ്യപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് അത്. കച്ചവടക്കാരുണ്ട്, പെരുവഴികളുണ്ട്. ഇപ്പോൾ ചെമ്പകവും എലഞ്ഞിയും താന്നിയും ഇങ്ങനെയെല്ലാം നമുക്ക് നേരിട്ട് റിലേറ്റ് ചെയ്യാവുന്ന, ഏതൊരു മലയാളിക്കും നേരിട്ട് റിലേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള സ്ഥലവും ഇടവും സാംസ്കാരിക സംഗതികളുമാണ് നളചരിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ചരിത്രം നമ്മളെടുത്താൽ, കേരളത്തിൻ്റെ ഒരു ചരിത്രമെന്ന് പറഞ്ഞാൽ അത് ഒരു സ്ഥിര രാശിയല്ല. കേരളം ഇങ്ങനെ ഒരു ചരരാശിയിൽ നിൽക്കുന്നതാണ്. ഇപ്പോൾ കെ സി നാരായണനെ പോലുള്ള ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് നളചരിതം ഇങ്ങനെ ചരരാശിയിലുള്ള ഒരു രചനയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോവുകയാണ്. നമ്മളത് വളരെ സൂക്ഷ്മമായിട്ട് ഏത് അംശമെടുത്താലും ഏത് ഭാഗമെടുത്താലും നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗവിധാനമാണ്, നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവങ്ങളിലൂടെയാണ് ഈ നളചരിതം കടന്നു പോകുന്നത്. അല്ലെ സ്ഥലമാകട്ടെ, അല്ലെ ആളുകളാവട്ടെ, ഇതെല്ലാം നിരന്തര ചലനത്തിലാണ്. ഈ നിരന്തര ചലനം നമുക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം എല്ലാ കേരളീയരും നിരന്തരമായ ഈ ചലനത്തിലൂടെ കടന്നു പോകുന്നു, സാംസ്കാരികമായിട്ടും. അപ്പോൾ അതേസമയത്ത് തമിഴ്നാട്ടിലെ ഒരവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെയല്ല. തമിഴ്നാട്ടിലെ ഒരു സാംസ്കാരിക ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചരരാശിയിലുള്ള മണ്ഡലമല്ല. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആയിരക്കണക്കിനോ 1000-ഓ 2000-ഓ 3000-ഓ വർഷമായിട്ട് ചലനം സംഭവിക്കാത്ത ഒരു സ്ഥലരാശിയും ചലനം സംഭവിക്കാത്ത ഒരു സാംസ്കാരിക രാശിയുമാണ് അവിടുത്തെ ജനവിഭാഗങ്ങൾക്കുള്ളത്. അവിടെ ഉണ്ടാകുന്ന സാഹിത്യ സാംസ്കാരിക ഇടപെടലുകൾക്കൊക്കെ ഏതാണ്ട് അങ്ങനെയായിരിക്കും. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇന്ന് ഇപ്പോൾ നളചരിതത്തിനുള്ളിൽ ഇപ്പോൾ കേരളയിലിനേക്കാൾ വേഗത്തിൽ പോകേണ്ട ആവശ്യം നളചരിതത്തിലുണ്ട്. കേരളയിൽ 10 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്താമല്ലോ എന്ന് പറയുമ്പോൾ, ഈ സിൽവർ ലൈൻ ട്രെയിനിൽ അങ്ങനെ എത്താമല്ലോ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വേഗത്തിൽ പോകേണ്ട ആവശ്യം നളചരിതത്തിലുണ്ട്. അതിനേക്കാൾ വേഗത്തിൽ പോകേണ്ട ആളുകൾ നളചരിതത്തിലുണ്ട്. അതിനേക്കാൾ വേഗത്തിൽ പോകേണ്ട ജീവിത സാഹചര്യങ്ങൾ നളചരിതത്തിലുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ പിക്കാസോ ഈ കലയെക്കുറിച്ച് പറയുമ്പോൾ ഒരിടത്ത് പറയുന്നുണ്ട്, ഏറ്റവും ഇന്നിൽ ഏറ്റവും വർത്തമാനകാലത്തിൽ നിൽക്കാൻ കഴിയാത്ത ഒരു ആവിഷ്കാരം, ഒരു കലാവിഷ്കാരത്തെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കലാവിഷ്കാരം അത് ഏത് കാലത്തുണ്ടായതായിക്കോട്ടെ, ഏത് മേഖലയിലുണ്ടായതായിക്കോട്ടെ, ഏത് ഭാഷയിലുണ്ടായതായിക്കോട്ടെ, ഏത് തരത്തിൽ ഉണ്ടായതായിക്കോട്ടെ, അത് വർത്തമാനകാലത്തിൽ ഇന്നിൽ ഏതെങ്കിലും തരത്തിൽ നിലനിൽക്കുന്നതല്ലെങ്കിൽ അതിന് പ്രസക്തിയില്ല എന്ന് പിക്കാസോ പറയുന്നുണ്ട്. നമ്മൾ ഏത് കാലത്തെടുത്ത് നോക്കിയാലും ഏത് തരത്തിലെടുത്ത് നോക്കിയാലും നളചരിതം ഇന്നിൽ നിലനിൽക്കുന്നതാണ്, നാളെയിൽ നിലനിൽക്കാൻ പോകുന്നതുമാണ്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ഏത് മേഖലയിൽ നമ്മൾ എടുത്തു നോക്കിയാലും നളചരിതത്തിൻ്റെ പ്രസക്തി ഇങ്ങനെ നാളിൽ വളരുന്നതിൻ്റെ കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഈ ചരസ്വഭാവം, അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ആ ആത്മചൈതന്യമാണ്. ആ ആത്മചൈതന്യം മലയാളികളോട് അത്രമേൽ റിലേറ്റ് ചെയ്യുന്ന ഒന്നായതുകൊണ്ടാണ്
ഏറ്റവും പുതിയ ഒരു വിദ്യാർത്ഥിക്ക്, ഏറ്റവും പുതിയ ഒരു കുട്ടിക്ക് കല, അത് ഈ പറഞ്ഞ ഇവിടെ നമ്മുടെ ആശാന്മാർ പറഞ്ഞതുപോലെ അതിലെ സംഗീതത്തിൽ അതിലെ താളങ്ങളും മേളങ്ങളും അതിലെ രാഗവിസ്താരങ്ങളും തമ്മിലുള്ള വളരെ സട്ടിലായ വ്യത്യാസങ്ങൾ, എനിക്കതിൽ പലതും സട്ടിലായ വ്യത്യാസങ്ങൾ, അത് ആ രാഗ വ്യത്യാസങ്ങൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളല്ല. പക്ഷേ ഈ ആലാപനത്തിലെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അത് നൽകുന്ന ഭാവം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് തരുന്നപ്പോൾ ഞാൻ ഏതാണ്ടൊരു 10 വർഷത്തോളം എൻ്റെ കാറിൽ ഈ നളചരിതം ഇട്ട് കേട്ട് കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതിന് 10 വർഷത്തോളം. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും രാത്രിയിലാണ് എൻ്റെ ജോലി ഉണ്ടായിരുന്നത്. അപ്പോൾ രാത്രി ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുക. ഓഫീസിൽ നിന്ന് ഇറങ്ങി 1 മണിക്കൂറിലധികം കാർ ഓടിച്ചു വേണം എനിക്ക് വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിയിൽ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ വസ്ത്രം പത്രികൾ കൊണ്ടുപോയി ഇങ്ങനെ നിന്നു നളൻ ദീനനായി എന്ന് ഇങ്ങനെ ഇത് വന്നു കഴിയുമ്പോൾ കണ്ണ് നിറഞ്ഞിട്ട് എനിക്ക് പല സമയത്തും കാർ നിർത്തേണ്ടി വന്നിട്ടുണ്ട്. അത് തരുന്ന ഒരു ഭാവം, അത് തരുന്ന ഈ ആലാപനം തരുന്ന ഒരു ഭാവം, ഈ കൃതി തരുന്ന ഒരു ഭാവം, അതിലെ വരികൾ തരുന്ന ഒരു ഭാവം മലയാളിയോട് അത്രയധികം റിലേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അങ്ങനെ മലയാളിയോട് കേരളീയ സംസ്കാരമുള്ള കാലത്തോളം മലയാളിയുടെ ഈ ഇങ്ങനെ ചരരാശിയിൽ പോകുന്ന ഈ മലയാളിയോട്, സ്ഥിരമായി മാറ്റങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ മലയാളിയോട് എല്ലാ കാലത്തും താതാത്മ്യപ്പെടാൻ കഴിയുന്ന എന്തോ ഒരു മാന്ത്രിക വിദ്യ ഈ പറയുന്ന നളചരിത കൃതിയിലുണ്ട്. അതുകൊണ്ടാണ് അത് നളചരിതം എല്ലാ കാലത്തും പുതിയ ഒന്നായിട്ട് നവോന്മേഷശാലിയായിട്ട് നമ്മുടെ ഭാഷയിൽ, നമ്മുടെ സാഹിത്യത്തിൽ നിലകൊള്ളുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നിലകൊള്ളുന്ന, അതുകൊണ്ടാണ് ഓരോ കാലത്തും ഓരോ തരത്തിലും ഈ നളചരിതത്തിന് പല പല ആവിഷ്കാരങ്ങളുണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഓരോ കാലത്തും ഓരോ തരത്തിലും അതത് കാലത്തിൻ്റെ ഭാവങ്ങൾക്ക്, അതത് കാലത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക കലാ ആവശ്യങ്ങൾക്കനുസരിച്ച് നളചരിതത്തിന് ഭാവപ്പെടാനും രൂപപ്പെടാനുമുള്ള ഒരു കഴിവുണ്ട്. അതിൻ്റെ തുടക്കം ഈ പറയുന്ന നമ്മുടെ ഉണ്ണായി വാര്യരുടെ നളചരിതം തന്നെയാണ്. ഉണ്ണായി വാര്യരുടെ നളചരിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് നിശ്ചയമായിട്ടും അതിൻ്റെ പഠനം ആരംഭിക്കേണ്ടത് നൈഷധീയ ചരിതത്തിൽ നിന്ന് തന്നെയാണ്. ശ്രീകൃഷ്ണൻ്റെ നൈഷധീയ ചരിതത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ണായി വാര്യരുടെ നളചരിതത്തെക്കുറിച്ചുള്ള പഠനം ആരംഭിക്കേണ്ടത്. കാരണം ഉണ്ണായി വാര്യർ ഇതിൻ്റെ ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യുന്നത് നൈഷധീയ ചരിതത്തിലാണ്. അതിലെ പദരൂപകൽപ്പനയാവട്ടെ, അതിലെ ആശയരൂപകൽപ്പനയാവട്ടെ, ഇതൊക്കെ ഈ ഉണ്ണായി വാര്യരുടെ നമ്മുടെ നളചരിതത്തിൻ്റെ ടെംപ്ലേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നൈഷധീയ ചരിതത്തിലാണ്. അവിടെ നിന്ന് പക്ഷേ നമുക്കറിയാം നൈഷധീയ ചരിതം അത്ര വലിയ ബൃഹത്തായ ഒരു കൃതി ആയിരിക്കുമ്പോൾ പോലും ഉണ്ണായി വാര്യർക്ക് അതിനെ പിന്തുടരണമെങ്കിൽ 1-ാം ദിവസത്തെ കഥ കഴിയുമ്പോഴേക്ക് നൈഷധീയ ചരിതം, പിന്നെ 2-ാം ദിവസം മുതലുള്ളത് നൈഷധീയ ചരിതത്തിൽ വരുന്ന കഥകളല്ല. അത് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ മഹാഭാരതത്തിലെ കഥാ സന്ദർഭങ്ങളെ, മഹാഭാരതത്തെ ഏതാണ്ട് അതുവഴി തന്നെ പിന്തുടർന്നാണ് ഉണ്ണായി വാര്യർ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞ നൈഷധീയ ചരിതത്തിൻ്റെ ടെംപ്ലേറ്റിൽ മഹാഭാരതത്തിലെ നളോപാഖ്യാനത്തെ എടുത്ത് റീസെറ്റ് ചെയ്യുകയാണ് ഉണ്ണായി വാര്യർ ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ മുഴുവനും, അവിടെ ഓരോ പദരൂപകൽപ്പനയിലും, ഓരോ ബിംബ രൂപകൽപ്പനയിലും, ഓരോ രൂപകം സെറ്റ് ചെയ്യുന്നതിലുമൊക്കെ ഉണ്ണായി വാര്യരുടെ അന്യാദൃശ്യമായ, അനിതര സാധാരണമായ വലിയ പ്രതിഭാവിശേഷമുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ ഈ നളചരിതത്തിൽ നിന്നുള്ള ഒരു 10 ഈ മെറ്റഫറുകൾ, രൂപകങ്ങൾ എടുത്തു വെച്ചിട്ട് പരിശോധിച്ചപ്പോൾ ഒരു രൂപകം, നമ്മൾ ഈ സാഹിത്യ പഠനത്തിൽ പലപ്പോഴും ചെയ്യുന്ന ഒരു രീതിശാസ്ത്രമാണ്. ഒരു എഴുത്തുകാരൻ ഉപയോഗിക്കുന്ന ഒരു രൂപകം, ഒരു മെറ്റഫർ, അതിൻ്റെ തൊണ്ട് പൊളിച്ച് ഉള്ളിലേക്ക് ചെല്ലും തോറും അത് ഈ കൃതിയോട് എന്തുമാത്രം, കൃതിയുടെ അന്തരീക്ഷത്തോട്, ഭാവത്തോട് എന്തുമാത്രം ഇണങ്ങി പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നളചരിതത്തിലെ ഓരോ ചെറിയ രൂപകങ്ങളും. ഇപ്പോൾ താമര കിഴങ്ങ് കുഴിച്ചിട്ടാലാണല്ലോ കന്തം അത് പറയുന്നത്. അതുപോലെ ഇപ്പോൾ ഇത് ഓരോ ചെറിയ രൂപങ്ങൾ എനിക്ക് കിട്ടുന്നില്ല, അത് പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടുന്നില്ല. ഓരോ ചെറിയ രൂപകങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോഴും അത് സാഹിത്യവുമായിട്ട്, അതിൻ്റെ
തുടർന്നങ്ങോട്ടുള്ള കഥയിലേക്കുള്ള ചില സൂചകങ്ങൾ കൂടിയായി മാറുന്നതാണ് നളചരിതത്തിലുള്ള ഓരോ രൂപകങ്ങളും. ഈ വളരെ സൂക്ഷ്മമായ ഭാഷാപ്രയോഗങ്ങൾ പോലും വളരെ വലിയ ഒരു ചെറിയ, അപ്പോൾ കലയും കമലയും അപ്പോലെ എന്ന് പറയുന്നത്, ഈ പറയുന്ന കല നമ്മുടെ നക്ഷത്രീയത്തിലുള്ള ഒരു കഥാപാത്രമാണ് കല. ഇങ്ങനെ വളരെ സൂക്ഷ്മമായി, ഏറ്റവും സൂക്ഷ്മം, ഇത്രയധികം ഒരു പദപ്രയോഗമാകട്ടെ, ഒരു വ്യാക്ഷേപക പ്രയോഗമാകട്ടെ, ഒരു നിർത്ത് ആകട്ടെ, ഒരു പുതിയ കഥാപാത്രത്തിൻ്റെ സ്വീകരിക്കലാകട്ടെ, ഇതൊക്കെ അത്രയധികം സൂക്ഷ്മവും അത്രയധികം ഗാഢവുമാണ് നളചരിതത്തിലുള്ളത്. ഇതുകൊണ്ടാണ് നളചരിതം ഈ പറഞ്ഞ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലോൺലി ടവർ ആയിട്ട് മലയാളിയുടെ ഒരു സാംസ്കാരിക മണ്ഡലത്തിൽ നിലകൊള്ളുന്നത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നളചരിതം ഏറ്റവും പ്രധാനപ്പെട്ട, ഓരോ ദിവസവും പുതിയ പുതിയ പ്രാധാന്യത്തിലേക്ക്, ഓരോ ദിവസവും പുതിയ അനുഭവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സാംസ്കാരിക സൃഷ്ടിയായിട്ട്. അതിനൊരു സാഹിത്യ രചന എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിനൊരു കലാ ആവിഷ്കാരം എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവില്ല. നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ പാലനാടാശാൻ അതിൻ്റെ സംഗീതാവിഷ്കാരത്തെക്കുറിച്ച് പറഞ്ഞു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ കേട്ട് വായിച്ചാസ്വദിക്കുന്നതിനേക്കാൾ എത്രയോ അധികമായിട്ട്, എത്രയോ 10 മടങ്ങായിട്ട് 100 മടങ്ങായിട്ട് കേട്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരേ ഒരു രചന എന്ന് പറയുന്ന, ഒരേ ഒരു കാവ്യം എന്ന് പറയുന്നത് നളചരിതം മാത്രമായിരിക്കും. മറ്റൊരു ഇതും നമുക്കങ്ങനെ കേട്ട് ആസ്വദിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ ഓഡിയോ ബുക്കുകളുടെയും അത്തരം കേൾവി സാഹിത്യത്തിൻ്റെ ഒരു കാലമാണിപ്പോൾ. പക്ഷേ ഈ കേൾവി സാഹിത്യത്തിൽ നളചരിതം മറ്റെന്തിനുമുപരി ഒരു കേൾവി സാഹിത്യമാണ്, മറ്റെന്തിനുമുപരി ഒരു അവതരണ സാഹിത്യമാണ്, മറ്റെന്തിനുമുപരി ഒരു മേള സാഹിത്യമാണ്, മറ്റെന്തിനുമുപരി ഒരു ദൃശ്യ വിരുന്നാണ്. അങ്ങനെ പല തലങ്ങളിൽ പല തരത്തിൽ നിലകൊള്ളുന്ന ഈ നളചരിതം എന്ന ലോൺലി ടവർ, ഒരു ഒറ്റ ശൈലമാണ്, ഒരൊറ്റ പർവ്വതമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് നളചരിതം. അതിനെ പല തരത്തിലുള്ള ആവിഷ്കാരങ്ങൾ, ഏതാണ്ട് 100 കണക്കിന് ആവിഷ്കാരങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെ വിപുലമായ ഒരു പഠനം ഡോക്ടർ വി പ്രസന്നമണി 1980-കളിൽ തന്നെ നടത്തിയിട്ടുണ്ട്. അവരേതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 100-110ഓളം പലതരത്തിലുള്ള നളകഥ ആവിഷ്കാരങ്ങൾ ഡോക്ടർ വി പ്രസന്നമണി കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ അവരുടെ ഡോക്ടർ വി പ്രസന്നമണിയുടെ കണ്ടെത്താതിരുന്ന ചില രചനകൾ കണ്ടെത്താൻ സാധിച്ചതിനെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് തന്നിട്ടുള്ള വിഷയം അതാണ്, അറിയപ്പെടാത്ത ചില നളചരിതങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അറിയപ്പെടാത്ത ചില നളചരിതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി ആദ്യമായി പറയാനുള്ള ഒന്ന്, അപ്പോൾ നമുക്കറിയാം ഏത് മേഖല എടുത്താലും, ഇപ്പോൾ ചമ്പുക്കൾ എടുത്താൽ, ഇപ്പോൾ ചമ്പുക്കളെക്കുറിച്ച് കൂടി ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ചമ്പുക്കൾ എടുത്താൽ ഒരുപക്ഷെ രാമായണം ചമ്പു കഴിഞ്ഞാൽ നൈഷധം ചമ്പുവാണ് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചമ്പു എന്ന് പറയുന്നത്. പല നിരൂപകരും രാമായണം ചമ്പുവിനേക്കാൾ മുകളിൽ ഭാഷാ നൈഷധ ചമ്പുവിനെ പറയാറുണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ നളചരിതം എന്ന് പറഞ്ഞാൽ നളചരിതം കിളിപ്പാട്ടായിരുന്നു. നളചരിതം കിളിപ്പാട്ടായിരുന്നു. 20-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ അത് സംഗീത നൈഷധം. ഇപ്പം ഈ സംഗീത നാടകങ്ങളുടെ ചരിത്രത്തിൽ സംഗീത നൈഷധം എന്ന് പറയുന്നത് അത്രയും മഹത്തായ ഒരു രചനയായിരുന്നു, ഒരു ആവിഷ്കാരമായിരുന്നു. അങ്ങനെ കിളിപ്പാട്ടുകളുടെ കാര്യത്തിലാവട്ടെ, സംഗീത നാടകങ്ങളുടെ കാര്യത്തിലാവട്ടെ, ചമ്പുക്കളുടെ കാര്യത്തിലാവട്ടെ, ആട്ടക്കഥയുടെ കാര്യത്തിലാവട്ടെ, ഏതിലും, ഇപ്പോൾ കൈകൊട്ടി കളിപ്പാട്ട്, തിരുവാതിരപ്പാട്ടിൻ്റെ കാര്യത്തിലാവട്ടെ, ഏതിലും ഒന്നാമത് നിൽക്കുന്നതോ ഏറ്റവും മുകളിലുള്ള 2-3 രചനകളുടെയോ കൂട്ടത്തിൽ ഒരു നളചരിത ആവിഷ്കാരം ഉണ്ടാവും. അത്രയധികം നളചരിതം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അതിൽ ആദ്യം ഈ പറഞ്ഞ കിളിപ്പാട്ട്, 19-ാം നൂറ്റാണ്ടിൽ നളചരിതം എന്ന് പറഞ്ഞാൽ കിളിപ്പാട്ടായിരുന്നു. നളചരിതം കിളിപ്പാട്ടിന് 2-3 തരത്തിലുള്ള നളചരിതം കിളിപ്പാട്ടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. നളചരിതം കിളിപ്പാട്ടുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്
കുഞ്ചൻ നമ്പ്യാർ എഴുതിയത് എന്ന് വിചാരിക്കുന്ന രാമവാണി വാദനാൽ വിരചിതമായത് എന്ന് ആ കിളിപ്പാട്ടിൽ പലയിടങ്ങളിൽ പറയുന്നുണ്ട്. രാമവാണി വാദനാൽ വിരചിതമായ നളചരിതം കിളിപ്പാട്ടുണ്ട്. അത് രാമവാണി വാദനാൽ വിരചിതമായതെന്ന് പറയുന്നതും അങ്ങനെ പറയാത്തതുമായ ഒരേ കിളിപ്പാട്ട് പല സ്ഥലത്ത് നിന്ന് ആളുകൾ കണ്ടെടുത്തിട്ടുണ്ട്. ഈ കിളിപ്പാട്ടുകൾ, ഈ നളചരിതം കിളിപ്പാട്ടിൻ്റെ ഒരു വലിയ പ്രാധാന്യം മലയാള കൃതികൾ അച്ചടിയിലേക്ക് വന്നു തുടങ്ങുകയും മലയാള കൃതികൾ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ഹെർമൻ ഗുണ്ടർട്ടിന് ശേഷം ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ അതേ പദവികളിലിരുന്ന ലിസ്റ്റൻ ഗാർത്ത് എന്ന് പറയുന്ന സായിപ്പാണ്. അപ്പോൾ അതുവരെ ഇപ്പോൾ അതിനു മുമ്പും കുറേ മലയാള കൃതികൾ അച്ചടിച്ച് വരുന്നുണ്ടായിരുന്നു. ഈ നളചരിതം കിളിപ്പാട്ട് ഉൾപ്പെടെയുള്ള കൃതികൾ ഗാർത്ത് മുമ്പും അച്ചടിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇങ്ങനെ വരികളിങ്ങനെ നിരത്തി അങ്ങ് പോവുകയാണ് ചെയ്യുക. എവിടെയാണ് വരി മുറിക്കേണ്ടത്, എവിടെയാണ് ഈ പറഞ്ഞ മറ്റ് യാതൊരു കുത്തോ കോമയോ പങ്ക്ച്വേഷനോ മറ്റ് യാതൊന്നുമില്ലാതെ ഇങ്ങനെ നിരത്തി അച്ചടിച്ചു പോകുന്ന ഒരു സമ്പ്രദായമേ മലയാളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ഗദ്യം എഴുതുന്ന കാര്യത്തിലായാലും പദ്യം എഴുതുന്ന കാര്യത്തിലായാലും മലയാളത്തിൽ അങ്ങനെയേ ഉണ്ടായിരുന്നുള്ളൂ. മലയാള ഗദ്യം എഴുതേണ്ടത് ഇങ്ങനെയല്ല. മലയാള ഗദ്യം എഴുതേണ്ടത് ചെറിയ അപ്പോൾ കർത്താവ് കർമ്മം ക്രിയ എന്ന മട്ടിൽ വാക്യങ്ങൾ സൃഷ്ടിച്ച് അത് മുറിച്ച് എഴുതുകയാണ് വേണ്ടത്. അത് ഇന്ന സ്ഥലത്ത് അതിന് കുത്തിടേണ്ടതുണ്ട്, പൂർണ്ണവിരാമം ഇടേണ്ടതുണ്ട്, ഇന്ന സ്ഥലങ്ങളിൽ അതിന് അർത്ഥവിരാമം ഇടേണ്ടതുണ്ട്. മലയാളം എഴുതേണ്ടത് ഇങ്ങനെയാണ് എന്ന് മലയാളിയെ പഠിപ്പിച്ചത് ഗാർത്ത് രചിച്ച ലിസ്റ്റൻ ഗാർത്ത് രചിച്ച അധ്യാപക സഹായിയുണ്ട്. ഒരു അധ്യാപക സഹായിയിലാണ് എങ്ങനെയാണ് മലയാളം എഴുതേണ്ടത് എന്ന് ആദ്യം പറയുന്നത്. നമ്മുടെ കേരളത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന കാലത്ത് അധ്യാപകർക്ക് എങ്ങനെ മലയാളം പഠിപ്പിക്കണം എന്നതിനെക്കുറിച്ച് ഗാർത്ത് എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലാണ് എങ്ങനെയാണ് മലയാളം എഴുതേണ്ടതെന്ന് മലയാളികളെ പഠിപ്പിക്കുന്നത്. ആ കൂട്ടത്തിൽ ഗാർത്ത് അന്ന് ലഭ്യമായിരുന്ന 6 പ്രധാന മലയാള കൃതികൾ, പഞ്ചതന്ത്രം കിളിപ്പാട്ട്, ഈ പറഞ്ഞ നമ്മുടെ നളചരിതം കിളിപ്പാട്ട് ഉൾപ്പെടെയുള്ള 6 പ്രധാന കൃതികൾ അദ്ദേഹം എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചു. ലിസ്റ്റൻ ഗാർത്ത് അത് എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചത് അതിനകത്താണ് ആദ്യമായി മലയാളത്തിൽ പൂർണ്ണവിരാമചിഹ്നം, അർത്ഥവിരാമചിഹ്നം, ആശ്ചര്യചിഹ്നം, ചന്ദ്രകല, ചോദ്യചിഹ്നം, കാഗു എന്ന് പറയുന്ന ചോദ്യചിഹ്നം, ഈ വക ചിഹ്നങ്ങളെല്ലാം മലയാളത്തിൽ ആദ്യമായി ഉപയോഗിക്കുന്നത് ലിസ്റ്റൻ ഗാർത്ത് ആണ്. അങ്ങനെ ഉപയോഗിച്ച ആദ്യ രചനകളിലൊന്ന് ഈ നളചരിതം കിളിപ്പാട്ടാണ്. ആ നളചരിതം കിളിപ്പാട്ട് ഇപ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് മദ്രാസിലെ ഏതെങ്കിലും ആർക്കൈവ്സിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഗുണ്ടർട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയ രചനകൾ ഗുണ്ടർട്ട് ഇവിടെ കാൽവിലെ ട്യൂബിംഗൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ സ്വന്തമായിട്ട് അവരുടെ ചെലവിൽ ഡിജിറ്റൈസ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ആ തന്ന കൂട്ടത്തിൽ ഈ നളചരിതം കിളിപ്പാട്ടിൻ്റെ കൈയെഴുത്ത് പ്രതിയാണുള്ളത്. അച്ചടിച്ച പ്രതി നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. കൈയെഴുത്ത് പ്രതി ഇപ്പോൾ നമുക്ക് കിട്ടും, പക്ഷേ അച്ചടിച്ച പ്രതി നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇപ്പോഴും. പക്ഷെ അത് കിട്ടുമെന്നാണ് പറയുന്നത്. പഞ്ചാന്തരം കിളിപ്പാട്ടിൻ്റെ അച്ചടിച്ച പ്രതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് അവിടെ നിന്ന് തന്നെ വന്നതാണ്, ജർമ്മൻകാർ നമുക്ക് തന്നതാണ്. അങ്ങനെ മലയാള അച്ചടിയിൽ, മലയാള ഭാഷാ പഠന മേഖലയിൽ, മലയാള ഈ ജ്ഞാന മലയാളിയുടെ ഭാഷാ വ്യവഹാരങ്ങൾ ചിട്ടപ്പെടുത്തുന്ന രംഗങ്ങളിലൊക്കെ സുപ്രധാനമായ പങ്കുവഹിച്ചിട്ടുള്ള ഒരു കൃതിയാണ് ഈ നളചരിതം കിളിപ്പാട്ട്. ആ നളചരിതം കിളിപ്പാട്ടാണ് അത് നമ്മുടെ ഈ വലിയ വ്യവഹാരങ്ങളിലേക്കൊന്നും ഇന്നും കടന്നു വരാത്ത, അറിയപ്പെടാത്ത നളചരിത രചനകളിൽ ഒന്നാണ് അത്. മറ്റൊന്ന് ഈ സംഗീത നൈഷധമാണ്. സംഗീത നൈഷധം നമുക്കറിയാം, മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകമാണ് സംഗീത നൈഷധം. 2000 നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ രചിക്കപ്പെട്ട ഒരു കൃതിയാണ്. സംഗീത നൈഷധത്തിൻ്റെ ഒരു വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ ഈ സൂപ്പർ ഹിറ്റ് എന്ന് പറയാവുന്ന ഒരു പുസ്തകമാണ് സംഗീത നൈഷധം. അത് 1930കളോടുകൂടി 33,000 കോപ്പി അന്ന് തന്നെ 1930കളാകുമ്പോഴേക്ക് ഏതാണ്ട് ഒരു 25-30 വർഷം കൊണ്ട് 33,000 കോപ്പി അച്ചടിച്ച് വിറ്റ പുസ്തകമാണ് സംഗീത നൈഷധം.
33,000 കോപ്പി അച്ചടിച്ച് വിൽക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ സ്ഥിതി അനുസരിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വലിയ ഒരു നേട്ടമാണത്. അതിനേക്കാൾ വളരെ കൂടുതലായിട്ട് അത് കയ്യെഴുത്ത് പ്രതിയായി പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ കൂടുതലായിട്ട് ഒരു പുസ്തകം ഒരു 8-10 പേരെങ്കിലും അന്നത് കയ്യെഴുത്ത് പ്രതിയായി പകർത്തിയെടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ പകർത്തി എഴുതി വായിച്ചു ഉപയോഗിച്ചിരുന്ന ഒരു രചനയാണ് ഈ സംഗീത നൈഷധം എന്ന് പറയുന്ന സംഗീത നാടകം. ഈ സംഗീത നാടകം നൈഷധീയ സംഗീത നാടകം പല ആളുകൾ എഴുതിയിട്ടുണ്ട്. പണ്ഡിറ്റ് കെ പി കറുപ്പൻ രചിച്ച ഭാഷാഭൈമി പരിണയം എന്ന് പറയുന്ന ഒരു സംഗീത നാടകം നമുക്ക് പല ഈ പണ്ഡിറ്റ് കറുപ്പൻ്റെ സമ്പൂർണ്ണ കൃതികളിൽ കിട്ടാനുണ്ട്. വേറെയും സംഗീത നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ഒരു സംഗീത നാടകത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികളിൽ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആദ്യത്തെ ഏതാനും പേജുകൾ 8 പേജും അവസാനത്തെ 2 പേജും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റേത് എന്ന് പറഞ്ഞ് പണ്ഡിറ്റ് കറുപ്പൻ്റെ എനിക്ക് തോന്നുന്നു 2006 മറ്റോ ഇറക്കിയ പണ്ഡിറ്റ് കറുപ്പൻ്റെ സമ്പൂർണ്ണ കൃതികളിലും ഈ രചനയുടെ ഇത്ര ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന നമ്മുടെ ഡിജിറ്റൈസേഷൻ പ്രവർത്തകർ കോട്ടയത്തൊരു ലൈബ്രറിയിൽ നിന്ന് കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ച അഭിനവ സംഗീത നൈഷധം എന്ന് പറയുന്നൊരു നാടകമുണ്ട്. അതും ഒരു സംഗീത നാടകമാണ്. ഈ അഭിനവ സംഗീത നൈഷധത്തിൽ മുഴുവൻ അതിനെക്കുറിച്ച് പറയുന്നത് ഇത് ബാലകൃഷ്ണൻ എന്ന പേരായ പ്രശസ്തനായ ഒരു നാടകകാരൻ എഴുതിയ കൃതിയാണ് എന്നാണ്. ബാലകൃഷ്ണൻ എന്ന പേരായ പ്രശസ്തനായ ഒരു നാടകകാരൻ എഴുതിയതാണ് എന്ന് പറയുന്നുണ്ട്. അത് തൃശ്ശൂർപേരൂർ അച്ചുകൂടത്തിൽ അടിച്ചതാണ്. അതിന് 1100 കോപ്പിയാണ് അടിച്ചതാണ്. വലിയ വിലയ്ക്ക് വിറ്റ കൃതിയാണ്. അതിനകത്ത് പിന്നെ പറയുന്നുണ്ട് അത് വേദിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി എഴുതിയതാണ്. വേദിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഈ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ എഴുതി തയ്യാറാക്കിയ അഭിനവ സംഗീത നൈഷധം എന്ന് പറയുന്ന ആ രചന വാസ്തവത്തിൽ പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ രചന തന്നെയാണ്. അപ്പോൾ പണ്ഡിറ്റ് കെ പി കറുപ്പൻ 2 സംഗീത നൈഷധങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഭാഷാഭൈമി പരിണയവും മറ്റൊന്ന് ഈ അഭിനവ സംഗീത നൈഷധവുമാണ്. ഈ അഭിനവ സംഗീത നൈഷധം നമ്മൾ സംഗീത നൈഷധ നാടകവും അഭിനവ സംഗീത നൈഷധവും നമ്മൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ പല ഭാഗങ്ങളിലും സംഗീത നൈഷധത്തേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു രചനയാണ് ഈ അഭിനവ സംഗീത നൈഷധം. അപ്പോൾ ഇത് വേദിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഈ നാടകപ്രവർത്തകരുടെ ആവശ്യത്തിനനുസരിച്ച് സംഗീത നൈഷധത്തെക്കാൾ മികച്ച സംഗീത നൈഷധത്തിൻ്റെ അതേ രൂപത്തിൽ അതിനേക്കാൾ മികച്ച ഒന്ന് പണ്ഡിറ്റ് കറുപ്പൻ എഴുതി കൊടുക്കുകയാണ് ഉണ്ടായത്. അത് പക്ഷേ അതന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമോ ഉണ്ടായിരുന്നില്ല. ഇത് ഈ സംഗീത നൈഷധത്തിൻ്റെ ഒരു അനുകരണ കൃതി എന്നുള്ള നിലയിലായതുകൊണ്ട് സ്വന്തം പേര് വയ്ക്കുന്നതിന് അദ്ദേഹത്തിന് നാണക്കേട് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവാം. ഏതായാലും സംഗീത നൈഷധത്തെ അതേ മട്ടിൽ അനുകരിച്ച് ഏതാണ്ട് അതേ മട്ടിൽ തന്നെ പിന്തുടർന്ന് ശ്ലോകത്തിന് ശ്ലോകവും പദത്തിന് പദവും മട്ടിന് മട്ടും ഒക്കെ അതേ മട്ടിൽ പിന്തുടർന്ന് പോകുന്ന ഒരു രചനയാണ് അഭിനവ സംഗീത നൈഷധം. ഈ അഭിനവ സംഗീത നൈഷധം ഇന്ന് നമുക്ക് ലഭ്യമാണ്. അത് ഇനിയിപ്പോൾ അത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ രചന തന്നെയാണ് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുമുണ്ട്. അതാണ് അറിയപ്പെടാത്ത മറ്റൊരു സംഗീത നൈഷധമായി വരുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു നാടകമുണ്ട്. അതും അവതരിപ്പിക്കുന്നതിന് വേണ്ടി രംഗത്ത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി എഴുതിയതാണ്. പരമശിവവിലാസം നാടക സമിതി, കോട്ടയ്ക്കൽ PS വാര്യരുടെ പരമശിവവിലാസം നാടക സമിതി അവർക്ക് വേദിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി എഴുതി തയ്യാറാക്കിയ PS വാര്യർ തന്നെ എഴുതി തയ്യാറാക്കിയ ഒരു സംഗീത നാടകമുണ്ട്. അതും നൈഷധീയ ചരിതം തന്നെയാണ് അതിൻ്റെ പേര്. ഈ നൈഷധീയ ചരിതം സംഗീതം അത് ഇതുവരെ അച്ചടിയിൽ വന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ കയ്യെഴുത്ത് പ്രതി വളരെ ഭദ്രമായി കോട്ടയ്ക്കൽ അവരുടെ സാംസ്കാരിക കേന്ദ്രത്തിലുണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞ അച്ചടിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. അതും അഭിനയ വേദിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ പറഞ്ഞ നൈഷധ കഥയുടെ നമ്മുടെ നളചരിതത്തിൻ്റെ ഏതാണ്ട് അതേ മട്ടിൽ പിന്തുടർന്ന് പോകുന്ന ഒരു രചനയാണ് ഈ PS വാര്യരുടെ സംഗീത നൈഷധ നാടകവും. പിന്നെ ഒട്ടേറെ ചെറിയ ചെറിയ പാട്ടുകൾ, അപ്പം നളൻ കഥ എന്ന പേരിലുള്ള പാട്ടുകൾ, വാതിൽ തുറപ്പാട്ടുകൾ, അമ്മാനപ്പാട്ടുകൾ, മണ്ണുനീർ കോരുന്ന പാട്ടുകൾ, കുടമൂത്ത് പാട്ടുകൾ, കൈകൊട്ടിക്കളിപ്പാട്ടുകൾ, ഇങ്ങനെ ഒട്ടേറെ തരത്തിൽ നള കഥ ആവിഷ്കാരങ്ങൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. അതിൽ പല പാട്ടുകളെക്കുറിച്ചിട്ടും പല രചനകളെക്കുറിച്ചിട്ടും ഉള്ളൂരിൻ്റെ സാഹിത്യ ചരിത്രത്തിലും ആർ നാരായണ പണിക്കരുടെ സാഹിത്യ ചരിത്രത്തിലൊക്കെ പറയുന്നുണ്ട്. ഉള്ളൂരിൻ്റെ പറയാത്ത ചില കൃതികളെക്കുറിച്ച് നാരായണ പണിക്കർ പറയുന്നുണ്ട്.
ഉള്ളൂരും നാരായണ പണിക്കരും ഉൾപ്പെടെ ഇവരാരും പറയാത്ത ഒരു കൃതി അടുത്ത കാലത്ത് കാണാൻ സാധിച്ചത് നളചരിതം ഓണക്കളിപ്പാട്ട് എന്ന് പറയുന്ന ഒരു കൃതിയാണ്. നളചരിതം ഓണക്കളിപ്പാട്ട് എന്ന് പറയുന്ന ഈ കൃതി ഇറ്റലിയിലെ ബാസൽ മിഷൻ ലൈബ്രറിയിൽ നിന്ന് ആണ് നമ്മുടെ ഒരു പ്രശസ്ത ഗവേഷകനായിരുന്ന ഡോക്ടർ സക്കറിയ കണ്ടെടുത്ത് കൊണ്ടുവന്നതാണ്. നളചരിതം ഓണക്കളിപ്പാട്ട്, അത് 11 പേജുള്ള ഏതാണ്ട് 2000-നടുത്ത് വരികളുള്ള ഓണക്കളിപ്പാട്ടാണ് അതിൻ്റെ. പക്ഷേ മുഴുവൻ പേജും ഇല്ല. അത് ഒരു സാധാരണ ഒരു കളിപ്പാട്ട് മാത്രമാണ്. പക്ഷേ അത് വളരെ രസകരമായി ഇങ്ങനെ പാട്ട് പാടി അവതരിപ്പിക്കുന്നതാണ്. അതിനെക്കുറിച്ചിട്ടും ഈ പറഞ്ഞ ഒരു ചെറിയ പേപ്പർ എഴുതി നമുക്ക് ഒരു ജേണലിൽ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ തന്നെ ആദ്യ പരിപാടിയിൽ ഡോക്ടർ വേണുഗോപാൽ സാറ് 12 ദിവസത്തെ ഒരു നളചരിതം ആട്ടക്കഥയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ നളചരിതം ഒറ്റ ദിവസം കൊണ്ടാടുന്ന ഒരു ആട്ടക്കഥയെക്കുറിച്ചിട്ടും അദ്ദേഹം പറഞ്ഞിരുന്നു. അത് 1950-കളിൽ ഡോക്ടർ എസ് കെ നായർ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സാഹിത്യ അക്കാദമിയിൽ അതിൻ്റെ കോപ്പി ഇപ്പോഴും അവൈലബിൾ ആണ്. സാഹിത്യ അക്കാദമി ലൈബ്രറിയിൽ നിന്ന് ആവശ്യമുള്ളവർക്ക് എൻ്റെ കോപ്പി എടുത്ത് പഠിക്കാവുന്നതാണ്. ഇങ്ങനെ നളചരിതം ഇനിയും കണ്ടെടുത്തിട്ടില്ലാത്ത ഒട്ടേറെ നളകഥ ആവിഷ്കാരങ്ങൾ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. അത് പലതരത്തിലുള്ള, ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ നളകഥയുടെ നോവൽ, ഇപ്പോൾ സുമംഗല എഴുതിയ അക്ഷഹൃദയം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു നോവലുണ്ട്. എനിക്ക് തോന്നുന്നത് അതിപ്പോൾ പ്രിൻറ്റിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആനന്ദ നീലകണ്ഠൻ എഴുതിയ ഒരു നളനും ദമയന്തിയും എന്ന് പറയുന്ന നളാൻ ദമയന്തി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് നോവലുണ്ട്. അത് ഒരു പൾപ്പ് നോവലിൻ്റെ സ്വഭാവത്തിലുള്ള ഒരു കൃതിയാണ്. അതെനിക്ക് തോന്നുന്നത് ഒരു 3 വർഷമേ ആയിട്ടുള്ളൂ അത് പ്രസിദ്ധീകരിച്ച് വന്നിട്ട്. 1970-കളിൽ തെലുങ്കിൽ നളചരിതം ഒരു സിനിമയായിട്ടുണ്ട്. 1960-കളുടെ അവസാനമാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമുക്ക് നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും തെലുങ്ക് നളചരിതം. അതിനകത്ത് ഏതാണ്ട് പൂർണ്ണമായിട്ടും ഈ നമ്മുടെ നളചരിത കഥ അതേ പട്ടിൽ തന്നെയാണ്. പാമ്പ് കടിക്കുന്നു, ഒരു ഇയാൾ ചെല്ലുന്നു, തീയിൽ നിന്നൊരു പാമ്പിനെ എടുക്കുന്നു, പാമ്പ് ഇയാളുടെ തോളെ കയറിയിരിക്കുന്നു, കടിക്കുന്നു, ഇതൊക്കെ പറഞ്ഞിട്ട് അതേ മട്ടിൽ ഏതാണ്ട് ബാലെ പോലെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. രസകരമായിട്ട് നമുക്ക് ഇങ്ങനെ തമാശയായിട്ട് കാണാവുന്ന നല്ല ഒരു സിനിമയാണ്. ബാലയും ഉണ്ടായിട്ടുണ്ട്. നളചരിതം ബാലെ എന്ന് പറയുന്നത് തൃപ്പൂണിത്തറ അശോകരാജൻ പാർട്ടി അശോകരാജൻ പാർട്ടി അല്ല, തൃപ്പൂണിത്തറയിലെ അവരെ അതിമനോഹരമായിട്ട് നളചരിതം ബാലെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിൽ നമുക്ക് അറിയാവുന്ന ഏതാണ്ട് എല്ലാ ആവിഷ്കാര രീതികളിലും ആവിഷ്കാര മാധ്യമങ്ങളിലും നളകഥകൾ പല മട്ടിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പല മേഖലകളിലും നളചരിത കഥ എന്ന് പറയുന്നത് നളകഥയുടെ ആവിഷ്കാരങ്ങൾ അതത് മേഖലകളിലെ ഒന്നാമത്തെ അല്ലെങ്കിൽ ഏറ്റവും മികച്ച 2-3 ആവിഷ്കാരങ്ങളിൽ ഒന്ന് ആയി നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് മറ്റേതെങ്കിലും ഭാഷയിലുണ്ടാകുമോ എന്ന് നമുക്ക് സംശയമാണ്. ഒരു പ്രത്യേക ഇതിവൃത്തം ഒരു ജനതയുടെ ആകെ ഭാവുകത്വത്തോട് ഇത്രയധികം താതാത്മ്യപ്പെട്ട് കാലം കഴിയുന്തോറും ഏത് പുതിയ ആവിഷ്കാര രീതി വരുമ്പോഴും ഏത് പുതിയ സാഹിത്യ രീതി വരുമ്പോഴും സാഹിത്യാവിഷ്കാര രീതി വരുമ്പോഴും അതിന് ഇണങ്ങുന്ന തരത്തിൽ ഒരു ആവിഷ്കാരമായി വരുന്ന മറ്റൊരു ഇതിവൃത്തമുണ്ടോ എന്ന് സംശയമാണ്. നമുക്ക് ഈ പറഞ്ഞ ലോകത്തിലെ എല്ലാ സംഗതികളും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഇത്രയധികമുള്ള മറ്റ് ആവിഷ്കാരങ്ങളുണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിൽ ഈ പറഞ്ഞ നളചരിതത്തിലെ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഇനി അങ്ങോട്ട് പഠിക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സാഹിത്യ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഏറ്റവും അധികം സാധ്യതയുള്ള ഒന്ന് എന്ന് പറയുന്നത് അതിൻ്റെ സാംസ്കാരിക ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടതും അത് മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് സാംസ്കാരിക രീതിശാസ്ത്രങ്ങളുമായി പോകുന്നതുമായ പഠന രീതികളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നളചരിത പഠനങ്ങൾക്ക് വലിയ തുറസ് ഇന്നിപ്പോൾ നമുക്കറിയാം. നളചരിത വിജ്ഞാനീയം എന്ന് പറയാവുന്ന തരത്തിൽ വലിയ ഒരു വിജ്ഞാന മേഖല ആയി നളചരിത പഠനങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അജയ് സാറിനെ പോലുള്ളവരിവിടെ ഉണ്ട്. അജയ് സാറൊക്കെയാണ് ഈ നളചരിത വിജ്ഞാനീയത്തിൻ്റെ ഒരു നെടുന്തൂണായിട്ട് നിൽക്കുന്ന ആളുകൾ. സാറിൻ്റെ 3 പുസ്തകങ്ങൾ നളചരിതത്തെക്കുറിച്ച് മാത്രം വന്നിട്ടുണ്ട്. അങ്ങനെ നളചരിത പഠനങ്ങൾ അത് സാഹിത്യമാകട്ടെ, കലയാവട്ടെ, സംഗീതമാവട്ടെ, സൈദ്ധാന്തിക പഠനങ്ങളാവട്ടെ, ഏത് മേഖലയിലും വലിയ വെളിച്ചങ്ങളായി നിൽക്കുന്ന
മാറുന്ന ഒന്നാണ് നളചരിത പഠനവുമായി ബന്ധപ്പെട്ട ഇതിവൃത്തങ്ങൾ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ ഈ പറഞ്ഞ വലിയ ആശാന്മാരും ആചാര്യന്മാരും സംസാരിക്കുന്ന വേദിയിൽ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നതിന് ഈ പറഞ്ഞ നല്ല വിറയൽ എനിക്കുണ്ടായിരുന്നു. ഇവിടെ സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. നളകഥകളുടെ ഒരു സമഗ്രമായ ഡാറ്റ കൺസോളിഡേറ്റ് ചെയ്ത് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വിവരണം നൽകാൻ സാധിച്ചു. അജയ് മാഷുമായി മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ ചർച്ചകൾ, അതിലാണ് സാറിൻ്റെ പേര് സൂചിപ്പിച്ചത്. ഇത്രയധികം ഡാറ്റ കളക്ഷൻ ഒരു വലിയൊരു റെഫറൻസ് തന്നെയാണ്. അതൊരു നാടിൻ്റെ സംസ്കൃതിയുടെ ഭാഗം കൂടിയാണ്. ആ ഒരു കാവ്യ ശാഖകളുടെ ഇത്തരം ഇതിവൃത്തം സംബന്ധിച്ചെന്നുള്ള ഇത്തരം കൃതികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പഠനം നടത്തിയ അങ്ങേക്ക് കഥകളി ക്ലബിൻ്റെ പേരിലുള്ള ഈ സുവർണ്ണ മുദ്രണം നൽകുന്നതിലേക്കായിട്ട് ഡോക്ടർ അജയ് മാഷെ തന്നെ, അജയ് കുമാർ സാറിനെ സാദരം ക്ഷണിക്കുന്നു മുദ്രണം നൽകുന്നതിലേക്കായിട്ട്.